എല്ലാവർക്കും നമസ്കാരം. 3ാം ക്ലാസ്സിലെ മലയാളം യൂണിറ്റ് 5 വഴിവിളക്ക്. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുലുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ഈ കവിതയിൽ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ 2 വരികളോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ പാഠഭാഗം ആരംഭിക്കുന്നത്. ശ്രീ വള്ളത്തോൾ എഴുതിയ ഗാന്ധിജിയെക്കുറിച്ചുള്ള ഒരു കവിതയാണിത്. ലോകമെന്ന തറവാട്ടിൽ നമുക്ക് കുടുംബക്കാരായി മറ്റാരെല്ലാം ഉണ്ട്? ആരൊക്കെയാണ് നമ്മുടെ ഈ ലോകമെന്ന ഈ വലിയ തറവാട്ടിൽ ആരൊക്കെ കുടുംബക്കാരാണ്? അതെ, നിരവധി വൃക്ഷങ്ങളുണ്ട്, മലകളുണ്ട്, പുഴകളുണ്ട്, മൃഗങ്ങളുണ്ട്, കിളികളുണ്ട്, പൂക്കളുണ്ട്. അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര കുടുംബാംഗങ്ങളുള്ള ഒരു തറവാടാണ് നമ്മുടെ ഈ ലോകം. സ്നേഹം. ഇവിടെ സ്നേഹിച്ചതാദ്യമായാര് ഞാൻ, മിഴികളിൽ ചുണ്ടു ചേർത്തൊരെണ്ണമ്മയെ, കവിത ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ, വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. ശ്രീ കിളിമാനൂർ രമാകാന്തൻ എഴുതിയ സ്നേഹം എന്ന കവിതയിലെ 4 വരികളാണ്. നമുക്കതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിരവധി പുതിയ പദങ്ങൾ കണ്ടെത്താം. അതൊന്ന് നോട്ട് ചെയ്താലോ. മിഴി കണ്ണ്, ചുവട് കാലടി, നഭസ് ആകാശം, വചസ് വാക്ക്, ഇന്ദ്രധനുസ് മഴവില്ല്, അഴൽ ദുഃഖം, അഴക് ഭംഗി, അലിവ് ദയ, ഇരുൾ ഇരുട്ട്, പിറവി ജനനം. അടുത്തത് കണ്ടെത്താം, പറയാം. അമ്മ, അച്ഛൻ, ഗുരുനാഥൻ എന്നിവരെങ്ങനെയാണ് കുട്ടിയെ വളർത്തിയത്? താലോലിച്ചും ഓമനിച്ചും അമ്മയും കവിതകൾ ചൊല്ലിപ്പഠിപ്പിച്ച് അച്ഛനും അറിവിൻ്റെ പാതയൊരുക്കി കൊടുത്ത ഗുരുനാഥനും കുട്ടിയെ വളർത്തി. പ്രകൃതിയിലെ ഏതൊക്കെ അനുഭവങ്ങളെയാണ് കുട്ടി സ്നേഹിച്ചത്? നടക്കാൻ പഠിപ്പിച്ച മണ്ണ്, ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ആകാശം, മനുഷ്യരുടെ നല്ല വാക്കുകൾ, കിളികളുടെ മനോഹരമായ പാട്ട്, കുളിരുള്ള പ്രഭാതം, ഉദയസൂര്യൻ, ചുവന്നു തൊടുത്ത സന്ധ്യ, ഭംഗിയുള്ള മഴവില്ല്, കാർമേഘത്തിൻ്റെ കനിവായ മഴ, നിശബ്ദ രാത്രി, സുന്ദരമായ പകൽ എന്നീ അനുഭവങ്ങളെയാണ് കുട്ടി സ്നേഹിച്ചത്. നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണെന്ന് സൂചിപ്പിക്കുന്ന വരിയേത്? ഇവിടെ സ്നേഹിച്ചതാദ്യമായി എന്തിനെ, ചുവട് താങ്ങി തുണച്ചൊരി മണ്ണിനെ. അടുത്ത പ്രവർത്തനം കൂട്ടിച്ചേർക്കാം. കുളിര് ചൂടുന്നു, സുപ്രഭാതം. ഇനി മുക്തരാഗത്തിന് കിളികൾ വാഴ്ത്തുന്നു, അല്ലേ? കിളികൾ വാഴ്ത്തുന്നു, മുക്തരാഗം. അടുത്തത് സന്ധ്യയെ ചുവപ്പിക്കുന്നു, സന്ധ്യയെ ചുവപ്പിക്കുന്നു, ഹൃദയരാഗം. അടുത്തത് എന്താണ്? സൗവർണ സൂര്യൻ എന്നാണ് തന്നിരിക്കുന്നത്, അല്ലേ? എന്താണ് അതിന് ഉത്തരം വരുന്നത്? ഇരുളു നീക്കുന്നു. അടുത്ത നോക്കാം. അഴകിൽ മുങ്ങുന്നു, ഇന്ദ്രധനുസ്. കാർമേഘം, അലിവ് കാട്ടുന്നു, അലിവ് കാട്ടുന്നു കാർമേഘം. നിഴൽ നിരത്തുന്നു, നിശബ്ദരാത്രി. അപ്പോൾ നമുക്കിങ്ങനെ കൂട്ടി. അടുത്തത് ആശയം എഴുതാം. അലിവ് കാട്ടുന്ന കാർമേഘപാളിയെ. മഴ പെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കാനാണ് ഈ പ്രയോഗം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ അത് കാർമേഘത്തിൻ്റെ ദയയായിട്ടാണ് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കരിഞ്ഞുണങ്ങിയ ചെടികളോടും ദാഹിച്ചു വലഞ്ഞ പക്ഷിമൃഗാദികളോടും കാർമേഘം അലിവ് കാട്ടുന്നു. അടുത്തത് വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. നമ്മുടെ ജീവിതപാതയിൽ നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നത് ഗുരുക്കന്മാരാണ്. അപ്പോൾ ആ ഒരാശയം വെച്ചിട്ടാണ് വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ എന്ന പ്രയോഗം. ഇനി മധുരമൂറും മനുഷ്യവചസ്സിനെ. മനസ്സിന് സാന്ത്വനമേകാൻ നല്ല വാക്കുകൾക്ക് സാധിക്കും. എത്ര ദുഃഖിതാവസ്ഥയിലും നല്ല വാക്കുകൾക്ക് ഒരാളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതായിരുന്നു ആശയങ്ങൾ. അത് ചൊല്ലി രസിക്കാം. 4 വരി തന്നിട്ടുണ്ട്. അഴകിൽ മുങ്ങിയോരിന്ദ്രധനുസ്സിനെ, അലിവ് കാട്ടുന്ന കാർമേഘപാളി, നിരത്തുന്ന നിശബ്ദരാത്രിയെ, ഈണം കണ്ടെത്തുക. സ്നേഹം എന്ന കവിതയ്ക്ക് വ്യത്യസ്ത ഈണങ്ങൾ കണ്ടെത്തി സംഘമായി അവതരിപ്പിക്കുക. ഇനി പദശേഖരം.
പാഠത്തിൽ നിന്നും പുതിയതായി പഠിച്ച പദങ്ങൾ പദശേഖരത്തിൽ ചേർക്കുക. തന്നിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? രാഗം, മാനം. ഇപ്പോൾ രാഗം എന്ന് പറയുന്നതിന് ഈണമാണല്ലേ. മാനം നഭസ്. അടുത്തത് ചൊല്ലാം എഴുതാം. പന്തളം കേരളവർമ്മയുടെ ഒത്തൊരുമ എന്ന കവിതയിലെ ചില വരികൾ കാണുക. വിട്ടുപോയ സ്ഥലങ്ങളിൽ ഉചിതമായ പദങ്ങൾ ചേർത്ത് താളത്തിൽ ചൊല്ലും. മറ്റു ജോലികളുമായി ബന്ധിപ്പിച്ച് കൂടുതൽ വരികൾ എഴുതും. അപ്പോൾ നമുക്ക് നോക്കാം. പുല്ലുമെടഞ്ഞാൽ പായുണ്ടാകും, കല്ല് പണിഞ്ഞാൽ കെട്ടിടമുണ്ടാകും, പഞ്ഞികൾ നൂൽത്താൽ നൂലുണ്ടാകും, നൂലുകൾ നെയ്താൽ മുണ്ടായിടും, ചകിരി പിരിച്ചാൽ എന്താ ഉണ്ടാവുക? കയറുണ്ടാകും അല്ലേ. അടുത്തതോ? ഡാഷ് കൊരുത്താൽ മാലയും ഉളവാം. എന്ത് കൊരുത്താലാണ് മാല ഉണ്ടാവുന്നത്? പൂക്കൾ കൊരുത്താൽ മാലയും ഉളവാം. മണ്ണു മെനഞ്ഞാൽ കലമുണ്ടാകും, തുണികൾ ഇണച്ചാൽ കുപ്പായവുമാം. ഇനി ബാക്കി വരികൾ എഴുതിയാലോ? ആളുകൾ ചേർന്നാൽ പട്ടാളവുമാം, താളുകൾ ചേർന്നാൽ പുസ്തകമാകും, അക്ഷരമൊന്നായി ചേർന്നാൽ വാക്കാം, വാക്കുകൾ ചേർന്നാൽ വാചകമുളവാം. ഇതായിരുന്നു പന്തളം കേരളവർമ്മയുടെ കവിത, ഒത്തൊരുമ എന്ന കവിത. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്നത്. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.